നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുന്നണിയിൽ ചർച്ച നടത്തിയിട്ടായിരുന്നോ പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ വി.ഡി. സതീശൻ തീരുമാനമെടുത്തത്? എന്തുകൊണ്ട് ഈ വിഷയത്തിൽ മുന്നണിയിൽ ഒരു ചർച്ച പോലും ഉണ്ടായില്ല? സംസ്ഥാനത്ത് വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കാനുള്ള തീരുമാനത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശനെതിരെ കട്ടയ്ക്ക് നിൽക്കുകയാണ് വി.എം. സുധീരൻ. വി.ഡി. സതീശൻ മുന്നണിയിൽ ഇതിനെക്കുറിച്ച് ഒരു ചർച്ചയ്ക്കും തയ്യാറായില്ല എന്നുള്ള കടുത്ത വിമർശനമാണ് വി.എം. സുധീരൻ ഉയർത്തിയിരിക്കുന്നത്. നിയമസഭയിൽ പ്രപ്പോസൽ വരുന്നതിന് മുൻപ് തന്നെ പാർട്ടി തലത്തിലും മുന്നണി തലത്തിലും ചർച്ച നടത്തുകയായിരുന്നു വേണ്ടതെന്ന് സുധീരൻ പച്ചയ്ക്ക് പറയുന്നു. ഇതോടുകൂടി വി.ഡി. സതീശന് വീണ്ടും വലിയ തിരിച്ചടിയാണ് ഉണ്ടാകുന്നത്. അതായത് വി.ഡി. സതീശൻ തന്റെ താല്പര്യപ്രകാരം മുന്നണിയിൽ ഒരു കൂടിയാലോചനയും നടത്താതെ സ്വയം തീരുമാനമെടുത്തു എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നത്. ഇതോടുകൂടി പ്രതിപക്ഷത്തിന് ഒരു ആയുധം വീണ് കിട്ടിയിരിക്കുകയാണ്. അതായത് മദ്യ ലോബിക്ക് വി.ഡി. സതീശൻ പച്ചക്കൊടി വീശിയിരിക്കുന്നു. ഇതിലൂടെ ഇനി കോടികൾ വി.ഡി. സതീശന്റെ അക്കൗണ്ടിലേക്ക് വന്ന് കയറുമോ, അതിന്റെ മുന്നോടിയായിട്ടായിരുന്നോ ഈ പദ്ധതിക്ക് പച്ചക്കൊടി വീശിയത് എന്നുള്ള തരത്തിലേക്കാണ് ഇപ്പോൾ പ്രതിപക്ഷവും ഈ വിഷയത്തെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. കൂടെയുള്ളവർ തന്നെ വി.ഡി. സതീശന് പണി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വി.എം. സുധീരൻ കഴിഞ്ഞ ദിവസം ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു. ഇത് മാത്രമല്ല, ഈ വിഷയത്തിൽ വി.എം. സുധീരൻ മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് അയച്ചിരുന്നു. പിന്നീട് ആ കത്ത് അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അങ്ങനെ വി.എം. സുധീരൻ ഈ വിഷയത്തിൽ സർക്കാരിനോട് ഇടഞ്ഞു നിൽക്കുന്നു എന്നുള്ള ചർച്ച പൊതുസമൂഹത്തിൽ വന്നത്. എന്തായാലും ഇപ്പോൾ ഈ വിഷയത്തിൽ വീണ്ടും പ്രതികരിച്ചുകൊണ്ട് രംഗത്തേക്ക് വന്നിരിക്കുകയാണ് സുധീരൻ. ഒരു തരത്തിലും വി.ഡി. സതീശനെ വിടാൻ ഉദ്ദേശമില്ല എന്നുള്ളത് തന്നെയാണ് വ്യക്തമാകുന്നത്. വീര്യം കുറഞ്ഞ മദ്യവുമായി ബന്ധപ്പെട്ട വിഷയം വിവാദമായതിനു പിന്നാലെ യു.ഡി.എഫിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം വി.ഡി. സതീശൻ നിയമസഭയിൽ പറഞ്ഞത്. എന്നാൽ ഒരു തീരുമാനം നിയമസഭയിൽ തന്നെ മുഖ്യമന്ത്രിക്ക് പറയാമായിരുന്നുവെന്നും സുധീരൻ കൂട്ടിച്ചേർത്തു. പാർട്ടിയിലും മുന്നണിയിലും വിഷയം നേരത്തെ ചർച്ച ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ഉയർന്ന വിവാദം ഒഴിവാക്കാമായിരുന്നു. മദ്യത്തിന്റെ വ്യാപനവും ഉപയോഗവും കുറയ്ക്കുകയും ലഹരിക്കെതിരെ പോരാട്ടം നടത്തുക എന്നതാണ് നയം. ലഹരിയുടെ വ്യാപനം മൂലം കേരളത്തിൽ ഇടക്കാലത്ത് മോശമായ അന്തരീക്ഷം ഉണ്ടായിട്ടുണ്ട്. പിണറായി സർക്കാർ മദ്യവ്യാപനം ശക്തിപ്പെടുത്തിയെന്നും സുധീരൻ വ്യക്തമാക്കിയിരുന്നു. മുന്നണിയിൽ വിശദമായ ചർച്ച നടത്തി നയം രൂപീകരിച്ചിരുന്നെങ്കിൽ ഇതൊന്നും ഉണ്ടാകുമായിരുന്നില്ല. മദ്യവിരുദ്ധ പ്രസ്ഥാനങ്ങളുമായി ചർച്ച നടത്തണം. ആ വികാരം ഉൾക്കൊണ്ട് മദ്യവ്യാപനത്തിനെതിരായ പ്രഖ്യാപിത നയം യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുത്തിരുന്നു. ബജറ്റ് പ്രപ്പോസൽ വെക്കുമ്പോൾ മദ്യവ്യാപനത്തിന് അവസരമൊരുക്കുന്ന ഒരു തീരുമാനവും പാടില്ലാത്തതാണ്. വിഷയത്തിൽ ചില ഒറ്റപ്പെട്ട ശക്തികൾ ഒഴികെ രംഗത്തെത്തുകയുണ്ടായി. അതിലൊരു തീരുമാനം ഈ നിയമസഭാ സമ്മേളനത്തിൽ തന്നെ പറഞ്ഞിരുന്നെങ്കിൽ ഏറ്റവും നന്നാകുമായിരുന്നു. നിർഭാഗ്യവശാൽ സമൂഹത്തിൽ ഉയർന്നു വന്ന ആശങ്കകളും സംശയങ്ങളും അതേപടി നിലനിൽക്കുകയാണ്. ബജറ്റിന്റെ ഭാഗമായി അവതരിപ്പിക്കുന്ന ഫിനാൻസ് ബില്ല് അവതരിപ്പിക്കുമ്പോൾ ഈ പ്രപ്പോസൽ ഒഴിവാക്കണം. അതാണ് ഏറ്റവും നല്ല രീതി. സർക്കാരിന്റെ വിശ്വാസ്യതയ്ക്ക് മങ്ങലേൽക്കുന്ന ഒരു തീരുമാനവും പാടില്ല. വലിയ ജനപിന്തുണ ലഭിച്ച സർക്കാരാണിത്. ഓരോ തീരുമാനത്തിലും സുതാര്യത നിലനിർത്തി മുന്നോട്ട് പോകണമെന്നും സുധീരൻ വീണ്ടും ആവർത്തിച്ചാവശ്യപ്പെട്ടു. അതായത് ഈ വിഷയത്തിൽ വിടാതെ വി.ഡി. സതീശനെ പിന്തുടരുകയാണ് വി.എം. സുധീരൻ. ഇത് കൂടാതെ ഇപ്പോൾ അതായത് മുന്നണിയിൽ കൂടിയാലോചന നടത്തി തീരുമാനമെടുക്കുമെന്ന് നിയമസഭയിൽ വി.ഡി. സതീശൻ പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് നേരത്തെ മുന്നണിയിൽ ഇത് ചർച്ചയാക്കിയില്ല എന്നാണ് വി.എം. സുധീരൻ ചോദിക്കുന്നത്. ഇതോടുകൂടി ഇത് വി.ഡി. സതീശന്റെ മാത്രം തീരുമാനമാണ് എന്നുള്ള ഒരു വ്യാഖ്യാനം വന്നു കഴിഞ്ഞു. അങ്ങനെ തന്നെ ആകാനുമാണ് സാധ്യത. കാരണം എക്സൈസ് വകുപ്പ് മന്ത്രി പോലും അറിയാതെയാണ് ഇങ്ങനെ ഒരു തീരുമാനമൊക്കെ ഉണ്ടായത്. അങ്ങനെ അടപടലം ഈ വിഷയത്തിൽ എന്തായാലും വി.ഡി. സതീശൻ പെട്ടിരിക്കുകയാണ്. കാരണം മദ്യ ലോബികൾക്ക് കൂട്ടുനിന്നു കൊടുക്കുകയാണ് വി.ഡി. സതീശൻ എന്നുള്ള ഒരു ആരോപണം പ്രതിപക്ഷം ഉയർത്തി കഴിഞ്ഞിട്ടുണ്ട്. പ്രതിപക്ഷത്തിന് മുഖ്യമന്ത്രിയെ അടിക്കാനുള്ള എല്ലാ ആയുധങ്ങളും ഇട്ടുകൊടുക്കുന്നതാകട്ടെ ഭരണപക്ഷക്കാർ തന്നെയാണ്. ഭരണപക്ഷത്തു നിന്നും അതുപോലെ തന്നെ യു.ഡി.എഫിൽ നിന്നും വി.ഡി. സതീശനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള പല വിമർശനങ്ങളും ഇപ്പോൾ ഉയർന്നു വരികയാണ്. ഇതെല്ലാം വി.ഡി. സതീശന് തിരിച്ചടി ഉണ്ടാക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മുഖ്യമന്ത്രിക്ക് വി.എം. സുധീരൻ ഒരു കത്ത് അയച്ചിരുന്നുവല്ലോ. അതായത് കുറെ ദിവസങ്ങൾക്ക് മുൻപ് ഒരു കത്ത് അയച്ചിരുന്നു. ആ കത്തിൽ ആവശ്യപ്പെട്ടിരുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട കാര്യവും മറ്റൊന്ന് ഈ പറയുന്ന വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകുന്ന വിഷയവുമായി ബന്ധപ്പെട്ടായിരുന്നു കത്തിലെ പരാമർശങ്ങൾ. അതായത് ഇനി വി.ഡി. സതീശൻ എന്ത് തീരുമാനം എടുക്കാൻ പോകുന്നോ അതിന് തടയിട്ടുകൊണ്ടുള്ള ഒരു കത്തായിരുന്നു വി.എം. സുധീരൻ അയച്ചത്. ആ കത്ത് സുധീരൻ തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ആ കത്തിലുണ്ടായിരുന്ന ഉള്ളടക്കവും കൂടി നമുക്കൊന്ന് പരിശോധിക്കണം.
കരിമണൽ ഖനനത്തിലും മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിൽ സംശയങ്ങൾ ഉണ്ട് എന്നായിരുന്നു VM സുധീരൻ പറഞ്ഞത്. മദ്യവ്യാപനത്തിനും കരിമണൽ ഖനനത്തിനും വഴിയൊരുക്കുന്ന ബജറ്റ് നിർദ്ദേശം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ആ കത്ത്. ബജറ്റ് നിർദ്ദേശങ്ങളെക്കുറിച്ച് എനിക്കുള്ള വിയോജിപ്പും എതിർപ്പും കത്തിലൂടെ അറിയിക്കുന്നു. മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങളുടെ വ്യാപനം കേരളത്തിൽ അതിഗുരുതരമായ വിപത്തായ സാഹചര്യത്തിൽ കേരളത്തിൽ ഈ മാരക വിപത്തിൽ നിന്നും വിമുക്തമാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയുള്ള ശക്തവും ഫലപ്രദവുമായ നയങ്ങളും കർമ്മ പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പാക്കുമെന്ന UDFന്റെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾക്ക് നിരക്കാത്ത ഒരു നിർദ്ദേശവും പ്രത്യക്ഷമായോ പരോക്ഷമായോ ബജറ്റിൽ ഉണ്ടാകാൻ പാടില്ലാത്തതല്ലേ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സുധീരൻ കത്ത് ആരംഭിച്ചത്. ആ വാഗ്ദാനത്തിന് വിരുദ്ധമായി മദ്യവ്യാപനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നിർദ്ദേശം ബജറ്റിൽ വന്നത് തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയുടെ അന്തസത്തയ്ക്ക് തന്നെ നിരക്കാത്തതാണ്. ജനങ്ങളോടുള്ള വാഗ്ദാന ലംഘനവുമാണ്. വീര്യം കുറഞ്ഞത് എന്ന പേരിൽ നടത്തുന്ന ഏതൊരു മദ്യവ്യാപനവും ആപൽക്കരമാണെന്ന് ലോകാരോഗ്യ സംഘടന തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് UDFന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് നേരെ വിപരീതമായിട്ടുള്ളതും മദ്യവ്യാപനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതുമായ ഈ നിർദ്ദേശവുമായി ഒരു കാരണവശാലും മുന്നോട്ട് പോകരുത്. അത് പിൻവലിച്ചേ മതിയാകൂ. പിണറായി സർക്കാരിന്റെ ദുർനയത്തിന്റെ ഫലമായി നാടിനുണ്ടായിക്കൊണ്ടിരിക്കുന്ന കെടുതികളിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കുന്നതിന് ഫലപ്രദമായ ജനപക്ഷ മദ്യനയത്തിന് എത്രയും പെട്ടെന്ന് രൂപം നൽകേണ്ടിയിരിക്കുന്നു. ഇതേക്കുറിച്ച് 1/6/2026 ഞാൻ അയച്ച കത്തും ആശയവിനിമയവും ഓർക്കുമല്ലോ എന്നും സുധീരൻ പറഞ്ഞത്. ശക്തമായി വിയോജിക്കുകയും എതിർക്കുകയും ചെയ്യുന്ന മറ്റൊന്ന് ധാതുമണൽ മേഖലയ്ക്ക് സ്വകാര്യ നിക്ഷേപത്തിന് കളമൊരുക്കുന്ന ബജറ്റ് നിർദ്ദേശമാണ്. ബജറ്റിൽ ഇക്കാര്യം വന്നതോടെ ആലപ്പുഴയിലെ തീരദേശ ജനത വളരെയേറെ ആശങ്കയിലായിരിക്കുകയാണ്. ആലപ്പുഴ തീരദേശത്തെ സർവനാശത്തിലേക്ക് എത്തിക്കുന്ന സ്വകാര്യ കരിമണൽ കമ്പനിയുടെ എല്ലാവിധ നീക്കങ്ങൾക്കും അക്കാലത്തെ UDF സർക്കാർ നൽകിയ അനുമതി ജനങ്ങളുടെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് ജനവികാരം മാനിച്ചുകൊണ്ട് പിൻവലിക്കപ്പെട്ടത് ഇന്നും സജീവ സ്മരണയായി നമ്മുടെ എല്ലാം മനസ്സിലുണ്ടല്ലോ. ഒരു മേഖലയിലും കരിമണൽ ഖനനം പാടില്ല എന്ന ആവശ്യത്തെ മുൻനിർത്തി തീരദേശ ജനത നടത്തിയ സമര മുന്നേറ്റം 2003 ജൂൺ 16 വലിയഴീക്കൽ മുതൽ ആലപ്പുഴ വരെ നടത്തിയ മനുഷ്യക്കോട്ടയെയും തുടർന്നാണ് അന്നത്തെ സർക്കാർ അതെല്ലാം പിൻവലിച്ചത്. കരിമണൽ കർത്തമാർക്ക് ആലപ്പുഴ തീരം തീരെഴുതാനുള്ള ഒരു നീക്കവും നടപടിയും ജനങ്ങൾ വളരെയേറെ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന ഈ സർക്കാരിൽ നിന്നും ഉണ്ടാകരുത് എന്നാണ് അഭ്യർത്ഥനയെന്നും സുധീരൻ ആ കത്തിൽ പറഞ്ഞിരുന്നു. അതായത് കത്തിലൂടെയും VD സതീശനിട്ട് കുത്തായിരുന്നു VM സുധീരൻ കൊടുത്തത്. ഇപ്പോൾ ഈ വിഷയത്തിൽ വീണ്ടും ചില പ്രഖ്യാപനങ്ങളുമായി രംഗത്തേക്ക് വന്ന് VD സതീശനെ വീണ്ടും കുരുക്കുകയാണ് VM സുധീരൻ ചെയ്തിരിക്കുന്നത്. VM സുധീരൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യം സതീശന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന് ജനപ്രീതി നഷ്ടപ്പെടാതെ നോക്കാനുള്ള ഉത്തരവാദിത്തം തനിക്കുണ്ട് എന്നാണ്. വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ പല ആളുകളും തന്നെയാണ് വിളിക്കുന്നതെന്നും സുധീരൻ കൂട്ടിച്ചേർത്തു. കരിമണൽ ഖനനത്തിലും മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിൽ സംശയങ്ങൾ ഉണ്ട് എന്ന് സുധീരൻ വ്യക്തമാക്കി. അതും VD സതീശനിട്ടുള്ള കുരുക്കായി മാറി. പിണറായി സർക്കാരിന്റെ തകർച്ചയ്ക്ക് കാരണം ജനവിരുദ്ധ നയങ്ങളാണ്. ആ സ്ഥിതി UDFന് ഉണ്ടാകാൻ പാടില്ല. എല്ലാ കാര്യങ്ങളും എല്ലാവരുമായി ബന്ധപ്പെട്ട് ആലോചിക്കണം. സർവസമ്മതമായ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകണം. കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് പിണറായി മുഖ്യമന്ത്രിയായിരുന്ന കാലത്തും ഇതുപോലെ തന്നെയാണ് പറഞ്ഞത്. ഖനനമില്ല, സ്വകാര്യ മേഖലയ്ക്ക് നൽകില്ല. ഇതൊക്കെ പിണറായിയും പറഞ്ഞിരുന്നു എന്ന് സുധീരൻ പറയുമ്പോൾ സതീശനും ഇത് പറയും. പക്ഷേ ഖനനം നടക്കും എന്നുള്ള ഒരു തരത്തിലുള്ള കുത്തായിട്ടാണ് സുധീരൻ ഇതൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്തായാലും VD സതീശന് അത്ര നല്ല സമയമല്ല. പ്രത്യേകിച്ച് കൂടെയുള്ളവരിൽ നിന്ന് നല്ല ഒന്നാന്തരം പണികളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടെ മദ്യകുത്തകയെ സഹായിക്കാൻ നടത്തിയ ഡീല് കയ്യോടെ പിടിക്കപ്പെട്ടപ്പോൾ മുഖ്യമന്ത്രി VD സതീശൻ കള്ളങ്ങളുടെ ഘോഷയാത്ര നടത്തി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണെന്ന് മുൻ എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് പരിഹസിച്ചു. അവാസ്തവങ്ങളും അസത്യങ്ങളുമാണ് മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു. വിവാദത്തിന് ആധാരമായ ഫയലിന്റെ നീക്കങ്ങളിൽ വലിയ ദുരൂഹതകളാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. മെയ് 21 വൈകുന്നേരം മുഖ്യമന്ത്രിയുടെ കൈവശമെത്തിയ ഫയൽ ജൂൺ 14 വരെ, അതായത് ഏകദേശം 24 ദിവസത്തോളം അദ്ദേഹം കൈവശം വെച്ചിരുന്നു. ഇത്രയും സമയം ലഭിച്ചിട്ടും സ്വന്തം പാർട്ടിയുമായോ മുന്നണിയുമായോ ഈ നയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാതിരുന്നത് എന്തിനാണ്? ആരും അറിയരുതെന്ന മുഖ്യമന്ത്രിയുടെ നിർബന്ധത്തിന് പിന്നിൽ പ്രത്യേക താല്പര്യങ്ങളുണ്ടെന്നും MP രാജേഷ് വിമർശിച്ചു. പ്രതിപക്ഷം ഈ വിഷയം പിടികൂടിയില്ലായിരുന്നുവെങ്കിൽ കോൺഗ്രസിനോ UDFനോ പോലും ഈ നീക്കം അറിയാൻ കഴിയില്ലായിരുന്നു. എക്സൈസ് മന്ത്രി മാത്രമല്ല, പാർട്ടിയെയും മുന്നണിയെയും പൂർണ്ണമായും ഇരുട്ടിൽ നിർത്തിയാണ് ഇത്തരം തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത്. ഫയൽ മൂവ്മെന്റ് ഹിസ്റ്ററി പരിശോധിച്ചാൽ 21-ാം തീയതി മുതൽ ജൂൺ 14 വരെ ഫയൽ മുഖ്യമന്ത്രിയുടെ കൈവശമായിരുന്നു എന്ന് വ്യക്തമാകുമെന്നും MP രാജേഷ് പറഞ്ഞു. ബജറ്റിന്റെ
തൊട്ടു മുൻപ് ഇത്തരമൊരു തീരുമാനമെടുത്തത് ആരും അറിയാതെ സൂത്രത്തിൽ നടപ്പാക്കാനാണ് ശ്രമിച്ചത്. കള്ളം പറഞ്ഞ് ജനങ്ങളെ വിഡ്ഢികളാക്കി എത്ര കാലം മുന്നോട്ടു പോകാൻ കഴിയുമെന്നും MP രാജേഷ് ചോദിച്ചു. MV ഗോവിന്ദൻ എക്സൈസ് വകുപ്പ് മന്ത്രിയായിരുന്നപ്പോഴാണ് മദ്യത്തിന് നികുതി കുറയ്ക്കുന്നതിനുള്ള നീക്കം തുടങ്ങിയത് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അങ്ങേയറ്റം വാസ്തവ വിരുദ്ധമാണിത്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നിർവചനം എന്താണെന്ന് വ്യക്തമാക്കി സമർപ്പിക്കാനായിരുന്നു ആ ഫയലിൽ പറഞ്ഞിട്ടുള്ളത്. അതിൽ നികുതിയെക്കുറിച്ചുള്ള പരാമർശങ്ങളില്ല. LDF മദ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നിർവചനം എന്താണെന്ന് വ്യക്തമാക്കാൻ ആവശ്യപ്പെട്ടത്. അത് സുതാര്യമായി നടന്ന കാര്യമാണ്. നികുതി കുറയ്ക്കുന്നതിനെ കുറിച്ച് LDF ആലോചിച്ചിട്ടില്ല. LDF നികുതി കുറയ്ക്കാൻ ധാരണയിലെത്തിയെന്നും എന്നാൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പിന്മാറുകയാണ് ഉണ്ടായതെന്നും VD സതീശൻ പച്ചക്കള്ളമാണ് പറഞ്ഞത്. ഇത് പിൻവലിച്ച് മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്നും MP രാജേഷ് ആവശ്യപ്പെട്ടു. എന്തായാലും ഈ വിഷയത്തിൽ പ്രതിപക്ഷത്തിന് VD സതീശനെ എടുത്തിട്ട് കൊട്ടാനുള്ള എല്ലാ വകയും ഭരണപക്ഷത്ത് നിന്ന് തന്നെയാണ് ഇട്ടുകൊടുക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.